ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന സിങ്കോണം ചെടിയുടെ കളക്ഷൻസാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണം ചെടികൾ നമുക്കുണ്ട്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് ഈ സിങ്കോണിയം എന്ന് പറയുന്നത്. പല വെറൈറ്റി കളറിലും ഷെയ്ഡിലൊക്കെ നമുക്ക് സിങ്കോണിയം ചെടികൾ അവൈലബിൾ ആണ്. നമ്മളടുത്ത് കുറച്ച് സിങ്കോണിയം ചെടിയുടെ കളക്ഷൻസ് ഉണ്ട്. ഇലകളുടെ ഒരു ഭംഗി കൊണ്ട് തന്നെയാണ് ഈ ചെടി കൂടുതലായിട്ടും വളർത്തി വരുന്നത്. നമ്മൾ ഔട്ട്ഡോറായിട്ടാണ് ഈ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പോട്ടിലൊക്കെ ആക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിങ്കോണിയം ചെടി എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ഷെയ്ഡുള്ള കളറാണ്. നല്ലൊരു ബ്രൗൺ കളറും അതുപോലെ തന്നെ ഗ്രീൻ ലീഫും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടി വരുന്നത്. ഇത് നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഇലകൾ വന്നിരിക്കുന്നത്. ഇതൊരു മറ്റൊരു സിങ്കോണിയം ചെടിയാണ്. ഇതിൻ്റെ വൈറ്റ് ഒരു ഷെയ്ഡ് പോലെ ഓഫ് വൈറ്റ് കളർ ഷെയ്ഡ് നടുവിലിങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ വെയിൽ വെക്കുന്നതിനനുസരിച്ചാണ് ഈ ചെടിയുടെ ഇലകൾ അധികവും കളർ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയം ചെടിയാണ്. ഇതിൽ ഒരു പിങ്ക് ഷെയ്ഡ് നമ്മുടെ ഇലകളുടെ മധ്യഭാഗത്തോട് സൈഡിൽ കൂടിയൊക്കെ വരുന്നുണ്ട്. ഇത് കുറച്ച് വ്യത്യാസമുള്ള രീതിയിലുള്ള സിങ്കോണിയം ചെടിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു വൈറ്റ് കളറും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. കൂടുതലും വൈറ്റ് കളറാണ് ഇതിലുള്ളത്. വലുപ്പം വെക്കാത്ത ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരുമാതിരി സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റി ഇലകൾ പോലെയാണ്. നല്ല ഡാർക്ക് ഗ്രീനിൽ ഒരു ഓഫ് വൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലൈൻസ് വരുന്നത്. ഇതൊക്കെ പിന്നെ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു നാടൻ വെറൈറ്റിയാണ്. ഇതൊക്കെ എല്ലായിടത്തിലും ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കെയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല വൈറ്റ് ഷെയ്ഡിലുള്ളതാണ്. നമുക്ക് പിടിച്ച് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒന്ന് വേറെ കുറച്ച് വന്നിട്ടുണ്ട്. സിങ്കോണം ചെടിയുടെ കെയറിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടി മിക്സാണ്. പോട്ടി മിക്സ് സെറ്റ് ചെയ്യുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഥവാ നല്ല കട്ടിയുള്ള മണ്ണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ശ്രദ്ധിച്ചിട്ട് വേണം അടുത്ത വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ വെറ്റായി കിടന്ന് അതിൽ പിന്നെയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടി ചീഞ്ഞു പോകാനും അതുപോലെ തന്നെ ഇലകളൊക്കെ പെട്ടെന്ന് മഞ്ഞ കളറായിട്ട് കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഒരു ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഔട്ട്ഡോറായിട്ട് വെക്കുകയാണെങ്കിലും കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ ചെടി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവർ വെയിൽ കൊണ്ടാലും നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ വേരിയേഷൻസ് ഒന്നും ഈ പ്ലാന്റുകൾക്ക് കിട്ടില്ല എന്നാണ്. പിന്നെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളം വീഴുന്ന സ്ഥലത്തൊക്കെ വെച്ചാലും ഈ ചെടികൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനും അതുപോലെ തന്നെ മഴക്കാലത്ത് ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള കീടങ്ങളൊക്കെ വന്ന് ആക്രമിക്കാനും ഒക്കെ ഉള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ മഴക്കാലത്തൊക്കെ ആ ഒരു അധികം വെള്ളം തട്ടാത്ത രീതിയിലും വേണം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സീസൺ അനുസരിച്ചിട്ട് കെയർ ചെയ്ത് പോകേണ്ട ഒരു ചെടി കൂടിയാണ് ഈ സിങ്കോണിയം എന്ന് പറയുന്നത്. പെട്ടെന്ന് പിടിച്ചു കിട്ടുകയൊക്കെ ചെയ്യുമെങ്കിലും ഒരു പ്രത്യേക കെയർ കൊടുത്താലേ ഉള്ളൂ ഈ ചെടികൾ എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കുള്ളൂ. അതുപോലെ തന്നെ പോട്ടി മിക്സ് നമ്മൾ ചെയ്ത് കൊടുത്ത് ഒരു 4 മാസമൊക്കെ കൂടുന്നേരം വളപ്രയോഗം ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ചെടി ഏകദേശം 1-2 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ട് മാറ്റി നടുന്നുണ്ട്. പോരാത്തതിന് ഈ പോട്ടൊന്ന് നമ്മൾ റീപോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെടി ഒന്ന് ഈ പോട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ പോട്ടിൽ നിന്ന് മാറ്റുന്ന നേരത്ത് വേരുകളൊന്നും പൊട്ടാതെ നോക്കണം. നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 1-2 വർഷമായിട്ടുള്ളൊരു പോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റി നടേണ്ടതാണ്. ഇപ്പോൾ 2-3 തൈകൾ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ തൈ മാറ്റി നടുന്നുണ്ട്. പോരാത്തതിനത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫുകളൊന്നും അതിൻ്റെ ആ ഒരു ഭംഗിയിലല്ല നിൽക്കുന്നത്. പോട്ടിങ് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയിൽ ഇലകൾ നല്ല വെരിഗേറ്റഡ് ആയിട്ട് വളർന്നു വരും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു പോട്ടാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. കുറച്ച് മണ്ണ് ആദ്യം നിറച്ചിട്ടുണ്ട്. മണ്ണും ചാണകപ്പൊടിയും മണലും കൂടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ്. അപ്പോൾ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് ഈ പോട്ടൊന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ബാക്കിയുള്ള മറ്റേ തൈ ആ ഒരു പോട്ടിൽ തന്നെ നമ്മൾ പോട്ടി മിക്സൊക്കെ മാറ്റിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഉണങ്ങിയ ഇലകളൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തണലുള്ള ഏരിയയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഈ സിങ്കോണിയം ചെടികളൊക്കെ പോട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നശിക്കാതെ തന്നെ സിങ്കോണിയം ചെടികൾ ഹെൽത്തി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രമാത്രം.
അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി സിങ്കോണിയം കെയർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.